എല്ലാം ശരിയാകും. ഈ പ്രശ്നം ഇങ്ങനെ ഏറെ നാൾ മുൻപോട്ട് പോവുകയില്ല. ഇതിനൊരു അറുതി ഉണ്ടാകും. ദൈവം ഇതിനൊരു പരിഹാരം വരുത്തും. ഇന്ന് ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിച്ചോ. ദൈവം നിങ്ങളുടെ പ്രശ്നം മുൻപോട്ട് പോകാൻ സമ്മതിക്കാതെ ഒരു പരിസമാപ്തി തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അതിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഒരു പരിധി വരെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കാൻ സമയം വർദ്ധിച്ചിട്ടുള്ളത്. ഈ സന്ദേശം നിങ്ങളുടെ കാതുകളെ ദൈവം എത്തിക്കുന്നത്. നിങ്ങളോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം ഏറെ മുൻപോട്ട് നീങ്ങുകയില്ല. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് നിങ്ങൾ സമാധാനമായി മുൻപോട്ട് പോകും. ഹല്ലേലൂയ. നോക്കിക്കോണം, സെക്കറിയ പുരോഹിതൻ എലിസബത്തും സെക്കറിയാവും ദൈവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ദീർഘവർഷങ്ങൾ ജീവിക്കുകയാണ്. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തുടക്കവാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. അവർ ഇരുവരും നീതിമാന്മാരാണ്, ദൈവത്തിന്റെ സകല ന്യായങ്ങളിലും കൽപ്പനകളും നടക്കുന്നവരുമാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മറുപടി ദൈവത്തിന് കാണുന്നുണ്ട്. അവരുടെ വിഷയത്തിന് മാത്രം ഉത്തരവില്ല. അവർ നീതിയോടെ ജീവിക്കുന്നു, അവർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നു, സകല ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് അവരുടെ കാര്യത്തിന് മാത്രം മറുപടിയില്ല. ഒരുപാട് വേദന, ആകുലത ഉണ്ടാകും, പ്രയാസം ഉണ്ടാകൂലേ? പക്ഷെ നിങ്ങൾ നോക്കിയോ, ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ വന്ന് പറയുകയാണ്. 1-ാം അധ്യായം 13-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 1:13. സെക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. ദീർഘനാൾ ഈ പ്രശ്നം ഇങ്ങനെ മുൻപോട്ട് പോകുകയില്ല. അതിന് ഒരു ഉത്തരം ദൈവം തരും. ഹല്ലേലൂയ. ഈ സന്ദേശം, ഈ ഒരു ദൂത, ഈ ഒരു വചനം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഏറ്റെടുത്തു. ഏറിയ നാൾ ഇതേ രീതിയിൽ ഈ പ്രശ്നം പോകില്ല. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയോടും നിഷ്കളങ്കതയോടും പരമാർത്ഥതയോടും കൂടി നടക്കും. അതിനൊരു പ്രതിഫലവും പരിഹാരവും നീ വെച്ചിട്ടുണ്ട്. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. സെക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രശ്നം എന്തായിരുന്നു? തലമുറയിലായിരുന്നു. പക്ഷെ വാർദ്ധക്യത്തിൽ വന്ന തലമുറയാണ് യേശുവിന് മുന്നോടിയായി തീർന്നത്. ഹല്ലേലൂയ. വാർദ്ധക്യത്തിൽ വന്നിട്ട് ഇനിയിപ്പോ എന്നാ ചെയ്യാനാ എന്നുള്ളതല്ലായിരുന്നു വിഷയം. അവിടെ വലിയൊരു ദൈവമഹത്വത്തിന്റെ ഇഷ്യൂ ആയി, അല്ലെങ്കിൽ അതിന്റെ ഒരു ജനനമാക്കി അവന്റെ ജനനത്തെ ദൈവം മാറ്റുകയായിരുന്നു. ഇന്നും യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നത് ഇങ്ങനെ കാത്തിരുന്ന മാതാപിതാക്കൾക്ക് ദൈവം നൽകിയത് കൊണ്ടാണ്. ആമേൻ. നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം വൈകിയെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. വൈകുന്നതിനകത്ത് ദൈവത്തിനൊരു മഹത്വമുണ്ട്. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ മതി. ദൈവത്തിന്റെ പദ്ധതി നിറവേറും. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രശ്നം ഇങ്ങനെ മുൻപോട്ട് പോവുകയില്ല. ദൈവം വേഗത്തിൽ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. നോക്കിക്കോണം, ദാനിയേലിന്റെ പ്രവചനം 9-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം വളരെ ദീർഘവർഷങ്ങൾ അവർ ബാബേലിലും പേർഷ്യൻ രാജ്യത്തൊക്കെ അടിമകളായി ജീവിക്കേണ്ടി വന്നു. യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്നു, നിങ്ങൾ 70 സംവത്സരം അടിമകളായിരിക്കും, അവർ നിങ്ങളെ അടിമകളാക്കി ഭരിക്കും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദാനിയേൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദാനിയേൽ 9-ാം അധ്യായത്തിൽ കാണുന്നു, യെരൂശലേമിന്റെ ശൂന്യത 70 സംവത്സരം കൊണ്ട് അവസാനിക്കുമെന്ന് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു എന്നാണ് 9:2-3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം 70 സംവത്സരമായി നിന്ന വലിയ ശൂന്യത അത് ഇതുകൊണ്ട് തീരാൻ പോവുകയാണ്. 70 കൊണ്ട് തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ചില ശൂന്യതകളും ഹീനതകൾക്കും ദൈവം ഒരു അതിരിട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അത് തീരും. എന്നും ഈ പ്രശ്നം മുൻപോട്ട് പോവുകയില്ല. എന്നും നിങ്ങൾ ഈ ശൂന്യത അനുഭവിക്കില്ല. എല്ലാ കാലത്തേക്കും വേണ്ടി അല്ല ഈ പ്രശ്നം. അതിന് ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ സ്മിർന്ന സഭയുടെ ദൂതനോട് പറയുന്നുണ്ട്, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. 10 ദിവസം ഉപദ്രവം എന്ന് പറഞ്ഞതിന് അർത്ഥം ദൈവം ഒരു ലിമിറ്റഡ് പീരീഡ് വെച്ചിട്ടുണ്ട്. അത്രയും ദിവസത്തേക്ക് അതുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവം വിടുതൽ തരും. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ എത്ര കാലം ഇത് അനുഭവിക്കേണ്ടി വരും, എത്ര കാലം ഞാൻ ഇത് കൊണ്ടു നടക്കണം എന്ന് നിങ്ങൾ ആകുലപ്പെടുന്ന വിഷയത്തിൽ ദൈവം ഒരു ലിമിറ്റഡ് പീരീഡ്, ഒരു കാലഘട്ടം നിർണയിച്ചിരിക്കുന്നു. അതിന് കഴിയുമ്പോൾ നിങ്ങൾ സമാധാനത്തോടെ പുറപ്പെടും. ഹല്ലേലൂയ. ആ കാലം കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസും അവനോട് കൂടെ ഒരു 275 പേരും, അങ്ങനെ 276 പേര് റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ, കൈസരിൽ നിന്ന് റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ ആ കപ്പൽ അദ്രിയ കടലിൽ വെച്ച് തകരുന്ന സാഹചര്യം വരികയാണ്. അവിടെ
27-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ ഒന്നും കാണാതെ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ നശിച്ചുപോയി. മരണം മുമ്പിരിക്കുക. വളരെ നാളായി സൂര്യനും നക്ഷത്രങ്ങളും ഒന്നുമില്ല, അവരുടെ പ്രാണൻ നശിക്കാൻ പോവുകയാണെന്ന് അവർ ചിന്തിച്ചു. വളരെ നാളായി ചിന്തിച്ചു, നാളുകളായിട്ട് അങ്ങനെ ചിന്തിച്ച് വഴി കാണാതിരിക്കുമ്പോൾ ഒടുവിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നവരെ ധൈര്യപ്പെടുത്തി, നിങ്ങൾക്ക് ഒരിക്കലും ഒരുത്തനും ഒരു ദോഷവും വരാതെ, പ്രാണന് ഹാനി വരാതെ ഞാൻ അക്കരെ എത്തിക്കും. അത് പൗലോസിന് കൊടുത്ത ദൂതായിരുന്നു. 25-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയുന്നത്, ഞാൻ ആ ദൈവത്തെ വിശ്വസിക്കുന്നു. ഒടുവിൽ അധ്യായം അവസാനിപ്പിക്കുന്നത്, ഇങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ട് നീന്തി എല്ലാവരും രക്ഷപ്പെടാൻ സംഗതി വന്നു. കേട്ടോ, വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ ഒന്നും കാണാതെ, പകലേതാ രാത്രി ഏതാ ഒന്നും അറിയാൻ കഴിയാതെ ഇരുട്ടിനകത്ത്, ഒരു വലിയ കടലിനകത്ത് അകപ്പെട്ട് കിടക്കുക കപ്പൽ തകരാനായിട്ട് കിടക്കുമ്പോൾ, വളരെ നാൾ രക്ഷപ്പെടുന്ന ആശ നശിച്ചു പോയി. അവർ പ്രാണഭയത്തിലായി വളരെ നാളായി ജീവശവങ്ങളെ പോലെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഒരു ദൂത് കൈമാറുകയാണ്, ഇല്ല, നിങ്ങൾ നശിക്കില്ല, നിങ്ങൾ എല്ലാവരും അക്കരെ എത്തും. ഒടുവിൽ അവിടെ കാണുന്നു, ഞങ്ങൾ അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ട് അക്കരെ മറുകരയെത്താൻ, മെലിത്തായിലെത്താൻ സംഗതി വന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നതായി കാണുന്നില്ല, പക്ഷെ കാറ്റ് കടന്നതിന് തെളിവാകുന്ന ഇയ്യോബിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് നമ്മൾ കാണുന്നു, ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നതായി കാണുന്നില്ല, പക്ഷേ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, അതിന് പരിഹാരം വരുത്തും. തക്ക സമയത്ത് അവൻ ഇറങ്ങി വരും. കാറ്റ് കടന്നതിന് തെളിവാക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ വെച്ചിരിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ പരിഗണനയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം എല്ലാം ശരിയാക്കും. എല്ലാ കാര്യങ്ങളും ദൈവം ശരിയാക്കും. പ്രാർത്ഥിച്ചു, നിരാശപ്പെടേണ്ട. ദൈവം സകലത്തിനും പരിഹാരം തരും. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ദീർഘനാൾ മുൻപോട്ട് പോകില്ല. ദൈവം ഒരു സമാപ്തി വെച്ചിട്ടുണ്ട്. ദൈവം ഒരു ശുഭയാത്ര വെച്ചിട്ടുണ്ട്. ദൈവം ഒരു സമാധാന ജീവിതം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ദൈവം ഒരു മറുപടി നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. പ്രിയ കർത്താവേ, ഈ സന്ദേശം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ശരിയാക്കി തരുന്നവൻ, ഞങ്ങളുടെ വഴിയുടെ കുറവ് തീർത്തു തരുന്നവൻ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നവൻ, വേഗത്തിൽ ഈ മക്കൾക്കുള്ള പ്രതിക്രിയ നൽകണമേ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ സന്ദേശം കേൾക്കുന്നവർക്ക് വേണ്ടി വേഗത്തിൽ ഇന്നിവർ കടന്നു പോകുന്ന വിഷമസന്ധിയിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവികമായ ഒരു വഴി ഇവർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത് വെളിപ്പെട്ട് കാണാനിടയാകണം. അത്ഭുതങ്ങൾ ചെയ്യണം. വളരെ നാളായി, ദീർഘനാളായി കർത്താവെ മറുപടി ഇല്ലാതിരിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന്റെ മറുപടി കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. ആ വചനം ഞങ്ങൾ സ്വീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. എല്ലാം ശരിയാകും. ഈ പ്രശ്നം ഇങ്ങനെ അനേകം ദിവസം മുൻപോട്ട് പോയില്ല. വേഗത്തിൽ ദൈവം ഒരു മറുപടി തരും. സമാധാനം മുൻപോട്ട് പോവുക. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. God bless you. Have a peaceful day.